എങ്ങനെ പോകുന്നു പണി? നല്ല സ്പീഡായിട്ട് പോകും. കൈമാറാൻ പറ്റും? ഐ മീൻ താമസിച്ച് തുടങ്ങാൻ പറ്റും? ഒരു 15-20 ദിവസം കൊണ്ട് പറ്റുമോ? ഏറെക്കുറെ. ബാക്കി ഇനിയിപ്പം മതിൽ കെട്ടണം. ഇനി എന്തൊക്കെയാ ബാക്കിയുള്ളത്? കോമ്പൗണ്ട് വാളിന്റെ വർക്ക് ഉണ്ട്. ഈ ഒന്നാമത്തെ ഫേസിൽ ഈ കോമ്പൗണ്ട് വാളിന്റെ വർക്ക് ഉണ്ട്. വേറെ ബാക്കിയുള്ള എല്ലാം ഏറെക്കുറെ കഴിഞ്ഞു. ഈ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഏറെക്കുറെ കഴിഞ്ഞിട്ടുണ്ട്. ഏറെക്കുറെ കഴിഞ്ഞു. താമസിക്കാൻ പറ്റുമായിരിക്കും. അതിന്റെ പരിശ്രമത്തിലാണ് ഞങ്ങൾ എല്ലാവരും നിൽക്കുന്നത്. പരിശ്രമത്തിലാണ്. ഇപ്പൊ ഇന്നിപ്പോ എത്ര തൊഴിലാളികളുണ്ട്? ഏതാണ്ട് 1000 മുകളിൽ എന്തായാലും 1000 മൊത്തം 1500 അടുത്തോളം ഉണ്ട്. 1500 തൊഴിലാളികൾ ഒരേ സമയം ഇവിടെ സൈറ്റിൽ പണിയെടുക്കുന്നുണ്ട്. എല്ലാ സൈറ്റിലുമായിട്ട് ഈ 5 സൈറ്റിലുമായിട്ട് ഉണ്ട് അല്ലേ? വിഷുവിന് മുമ്പ് കൊടുക്കാനാണ് തീരുമാനം. പണിയൊക്കെ സൂപ്പറാണ് അല്ലേ? ഒരു കുറവ് വരുത്തിയിട്ടില്ല. ഇല്ല കുറവൊന്നും. ഉഷാറായി നടക്കുന്നു. ചൂട് എങ്ങനെ മാനേജ് ചെയ്യുന്നു ഈ പണിക്കിടയിൽ? സാധാരണ ഈ ഇവിടെ പണിയെടുക്കുന്നവർക്ക് സമയക്രമീകരണം എന്തെങ്കിലും ഉണ്ടോ? വർക്കിലാണല്ലോ, അതുകൊണ്ടുള്ള നല്ല വെയില അല്ലേ? ഓക്കെ. അപ്പൊ നല്ല കനത്ത ചൂടിനിടയിലും വർക്ക് പുരോഗമിക്കുന്നുണ്ട്. സാർ, അതായത് ഈ ഊരാളുങ്കലിന്റെ ഒരു പ്രവർത്തനമൊക്കെ നമ്മൾ ഇവിടെ വന്നപ്പോഴാണ് കാണുന്നത്. വയനാട്ടുകാരായ ഞങ്ങളൊന്നും കാണാത്ത തരത്തിലുള്ള വലിയ മെഷീനറീസും സംവിധാനങ്ങളൊക്കെ ഊരാളുകൾ തുടങ്ങിയതറിയാലോ, വാഗ്ഭടാനത്തിൽ തുടങ്ങിയതാണ്. പിന്നീട് രാഷ്ട്രീയ പ്രതികരണങ്ങളൊക്കെ ഉണ്ട്. കാര്യം അതിന് മാത്രം ടെൻഡർ ഇല്ലാതെ കൊടുക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം. പക്ഷേ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഓപ്പൺ ടെൻഡറിന് വേണ്ടിയിട്ട് അന്ന് ഏജൻസിയായിട്ട് തീരുമാനിച്ചതാണ്. അതൊരു ഭാഗത്ത് കിടക്കുന്നു. അതൊരു വിമർശനമായിട്ട് ഉന്നയിക്കുന്നുണ്ട് കേട്ടോ. അല്ല, പക്ഷെ വളരെ മനോഹരമായിട്ട് അവർ നിർമ്മിക്കുന്നു. ഇവിടെ വന്നത് കാണുന്നവർക്ക് ഇത്ര വേഗതയിൽ നിർമ്മിച്ച് കണ്ടാൽ അത്തരം വിമർശനങ്ങളൊക്കെ ശരിയല്ല എന്ന് ജനങ്ങൾക്ക് തന്നെ ബോധ്യമാവും. ഇവിടെ എല്ലാവരും ഇപ്പോൾ കണ്ടല്ലോ, ഏറ്റവും മനോഹരമായി ഏറ്റവും സ്പീഡായി വർക്കുകൾ പൂർത്തീകരിക്കുന്നു. ഏറ്റവും ഇനിയൊരു ദുരന്തം ഇവിടെ ഉണ്ടായാൽ പോലും അതിന് ബാധിക്കാത്ത നിലയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ടൗൺഷിപ്പിലെ ഈ വീടൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് നല്ല മനോഹരമായ വീടാണ്. ആ പെയിന്റും എല്ലാം സൂപ്പർ ആയിട്ടുണ്ട് അല്ലേ? ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കരുത്, ഈ വീട് കാണുന്ന സമയത്ത് 20 ലക്ഷം രൂപ മൊത്തം ചെലവ് വരും അല്ലേ? അതായത് മൊത്തം കോമ്പൗണ്ട് വാൾ അടക്കമല്ലേ 20 lakhs? അതെ. കോമ്പൗണ്ട് വാൾ അടക്കം 20 ലക്ഷം. ഇതിപ്പോ എത്ര സെന്റാ? 7 സെന്റ് അല്ലേ? ഇപ്പൊ കൽപ്പറ്റ ടൗണില്, അതായത് നിൽക്കുന്ന സ്ഥലത്ത്, ഈ സ്ഥലത്തല്ല, ഒരു സെന്റിന് എത്ര രൂപ വില വരും മാർക്കറ്റ് റേറ്റ്? പോരാ, 15 ലക്ഷം. ഇത് കൽപ്പറ്റയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ്. കൽപ്പറ്റയില് ഒരു സെന്റിന് 15 ലക്ഷം രൂപ ഇപ്പൊ മാർക്കറ്റ് വിലയുണ്ട്. അതിപ്പോ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്തൊക്കെ ഈ പ്രദേശത്ത്. അപ്പൊ 7 സെന്റ് എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ, 15 × 7 അല്ലേ? അപ്പൊ 70, 1,05,00,000 രൂപ അല്ലേ? സ്ഥലത്തിന് മാത്രം. സാർ, അതായത് ഇപ്പോ വയനാട്ടുകാർ രഹസ്യമായി പറയുന്ന ഒരു കാര്യം എന്താ പറയുക, ഇത് ഇനി കുറച്ച് കഴിയുമ്പോൾ കൽപ്പറ്റ പുതിയ കൽപ്പറ്റയാവും, ഇപ്പോഴുള്ള ടൗൺ പഴയ കൽപ്പറ്റയാവും. ഇതിപ്പോ ഇങ്ങനെയാണോ ഈ മതിൽ വരുന്നത്? ഈ വീടാണ് സാർ മുഖ്യമന്ത്രി കൈമാറിയ വീടല്ലേ? അതല്ലേ? താക്കോൽ ഏകദേശം പൂർത്തിയായതാണല്ലേ? അതായത് മാതൃക വീടാണ് ഇത്. നമ്മൾ നേരത്തെ കണ്ടത് എല്ലാം ഒരേ മാതൃകയിലാണ്. ഇതിന്റെ ഗേറ്റ് ഇതൊക്കെ ഇതാണ്. രസമുണ്ടല്ലേ? എസ്തെറ്റിക്കലി നല്ല ഭംഗിയുള്ള, കാണാൻ നല്ല ഭംഗിയുള്ളതാണ്. ഈ വീടിന്റെ ഉടമസ്ഥനാരാണാവോ? നമസ്കാരം. മുഖ്യമന്ത്രി സ്ഥാനാണ് ഉദ്ഘാടനം ചെയ്തത്. ഇത് ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി വന്ന വീടാ? വളരെ വളരെ സന്തോഷമുണ്ട്. ആണല്ലേ? ഇത് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. പിന്നെ ചേട്ടന്റെ വീടോ? അവിടുത്തെ വീട് എന്തായിരുന്നു? മുണ്ടക്കയിലായിരുന്നു ഞാൻ. അത് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടായിരുന്നു? അത് 2600 സ്ക്വയർ ഫീറ്റ്. വലിയ വീടായിരുന്നു അല്ലേ? എത്ര മുറി ഉണ്ടായിരുന്നു? 4 ബെഡ്റൂം. എത്ര സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു? അത് 8 സെന്റ്. 8 സെന്റ് സ്ഥലത്തിൽ 4 ബെഡ്റൂമുകളോടുകൂടി വീടായിരുന്നു. അതാണ് പോയത്. അപ്പൊ ഇത് 2 ബെഡ്റൂം. കുഴപ്പമില്ല, എന്നാലും ഉഷാറാണ്. സ്ഥലത്ത് അങ്ങനെ പറയാൻ പാടില്ല. എന്നാ പോലും കൽപ്പറ്റയിലെ മാർക്കറ്റ് റേറ്റ് നഷ്ടപ്പെട്ട മനുഷ്യരുടെ കണക്ക് പറയുന്നത് ശരിയല്ല. എന്നാ പോലും അത്യാവശ്യം നല്ല ഹൃദയഭംഗിയിൽ തന്നെയാണ്. സൗകര്യമുണ്ട്, നല്ല സൗകര്യമുണ്ട്. എല്ലാത്തിനും ഞങ്ങൾ ഒപ്പം നിന്നിട്ടുണ്ട് ഞങ്ങളെ സർക്കാർ. യാതൊരു സംശയമില്ല. പാർട്ടിക്കാരനാണ്. പക്ഷെ ഞങ്ങൾ ഉള്ളത് പറയും. ഞങ്ങൾക്കൊരു പാർട്ടിക്കാരൻ, ഇവിടെ ഒരു പാർട്ടിക്കാരുണ്ടായിരുന്നു. 130 വീട് ചെയ്തു കൊടുക്ക എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അത് കോൺഗ്രസിന്റെ ആള്. ഒരു ചെറിയ തറക്കല്ല് പോലും ഓലിട്ടില്ല. സ്ഥലം പേടിച്ചിട്ട് എന്ത് കാര്യമാണപ്പാ? ഇപ്പോഴല്ലേ ചെയ്തു കൊടുക്കണ്ട അവര്? ഈ സമയത്തല്ല അവര് ചെയ്തു കൊടുക്കണ്ടേ? യഥാർത്ഥ സത്യങ്ങൾ അതാണ്. ഓൽക്ക് കുറച്ച് ഞങ്ങളെ പേരും പറഞ്ഞ് പൈസ, ഞങ്ങൾ ആരും പോയിട്ടില്ല ഞങ്ങൾക്ക് വീട് വേണം എന്ന് പറഞ്ഞിട്ട്. ഈ സ്ഥാനാർത്ഥികളടുത്തും ഈ കോൺഗ്രസിന്റെ അടുത്തും ആരും ഞങ്ങൾ പോയിട്ടില്ല ഞങ്ങൾക്ക് വീട് വേണം എന്ന് പറഞ്ഞിട്ട്. ഓല് വീട് പറഞ്ഞുണ്ടാക്കിയതാണ്. 30 വീട് യൂത്ത് കോൺഗ്രസും 100 വീട് കോൺഗ്രസും തരാ എന്ന് പറഞ്ഞ 130 വീട്. ഇതുവരായിട്ട് ഒരു തറക്കല്ല്. 6 മാസത്തിനുള്ളിൽ വീട് വരും. ഒന്നായി മികച്ച വീട് അവർ നിർമ്മിക്കും. ഇവര് മത്സരബുദ്ധിയായി ഇപ്പം. അന്ന് ഈ സമയത്ത് അന്ന് പറയാം, അന്ന് കോൺഗ്രസിന് വീട് കിട്ടിയിരുന്നെങ്കിൽ പറയരുത്. അപ്പോ അനീഷാണ് അല്ലേ? നിങ്ങളുടെ വീട് ഏതാ? എവിടെയാ വരുന്നേ? തൊട്ടപ്പുറത്താണ്.
ഓക്കെ, അന്ന് അപകടത്തിൽപ്പെട്ട് ഇവർ രണ്ടുപേരും അല്ലേ? അപ്പോൾ ഇടയ്ക്ക് വന്ന് നോക്കാറുണ്ടോ ഇങ്ങോട്ട്? ഇപ്പൊ എന്നത്തേക്ക് മാറാൻ പറ്റുമായിരിക്കും? വിഷുവിന് മുമ്പ് മാറാൻ പറ്റുമോ എന്നാണ് വിചാരിക്കുന്നത്. എന്ന് വിചാരിക്കുന്നത്. വീട്ടിലിപ്പോൾ ആരൊക്കെയാണ് ഉള്ളത്? നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഒന്ന് പോയതാണ് അല്ലേ? ഇടയ്ക്ക് ഇങ്ങനെ വന്ന് നോക്കിയിട്ട് പോകും അല്ലേ? ഇപ്പൊ വാടക വീട്ടിലാണോ? വാടക വീട്ടിൽ. വാടക കിട്ടുന്നുണ്ടോ? ഓ, എല്ലാം കറക്റ്റ് ആയിട്ട്. എല്ലാം 9,000 പൈസ എല്ലാം മുടങ്ങാതെ. മുടങ്ങാതെ 1-ാം തീയതി ആകുമ്പോഴത്തേക്കും ഞങ്ങളെ അക്കൗണ്ടിലേക്ക് കയറും. ഇപ്പോഴും കിട്ടുന്നുണ്ടോ? ഈ ഏപ്രിൽ 1 കിട്ടിയോ? കിട്ടുന്നുണ്ട്. എല്ലാം മുടങ്ങാതെ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മളെ റഫീഖാണ് ഏറ്റവും കൂടുതൽ. എൻ്റെ മക്കളെ കാര്യത്തിലാണെങ്കിൽ അന്ന് മുതൽ ഇന്ന് വരെ ഈ ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ റഫീഖാന്റെ ഒരു ഇതാണ്. എപ്പോഴും എന്നെ വന്ന് അന്വേഷിക്കും. വീട് അകത്ത് കയറിയപ്പോ എന്താ തോന്നിയത്? സന്തോഷം. ഇല്ല, ഞങ്ങൾ അങ്ങനെ ഇരിക്കലൊന്നുമില്ല. ഞങ്ങൾ മക്കളുടെ അടുത്താണ് പോയിരിക്കല്. പിന്നെ ഇവിടെ ഇടയ്ക്ക് വരും, ഇടയ്ക്ക് വന്നിട്ട് കണ്ടിട്ടൊക്കെ ഒന്ന് പോകും. അത്ര തന്നെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ടൗൺഷിപ്പിലാണ്.